ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ ഞാനൊരു 3 മോഡൽ നെക്ലസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നേരത്തെ ചെയ്ത 3 മോഡൽ നെക്ലസും ഞാൻ കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെയുള്ള ബെൻ ട്യൂബ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. സ്ട്രെയിറ്റ് ട്യൂബും കിട്ടും, ബെൻ ട്യൂബും കിട്ടും. ഇന്ന് നമ്മൾ ബെൻ ട്യൂബ് വെച്ചിട്ടുള്ള ഒരു നെക്ലസ് ആണ് ചെയ്യാൻ പോണത്. ഈ നെക്ലസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതുപോലെയുള്ള ബെൻ ട്യൂബ് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് വാങ്ങാൻ കിട്ടുന്ന ഷോപ്സിൽ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ബെൻ ട്യൂബ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഒരെണ്ണത്തിന് 1 രൂപയാണ് കേട്ടോ വില. ഇതുപോലെയുള്ള ലോറിയൽസ് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ റെഡ് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ്. ഗ്രാം അനുസരിച്ചാണ് നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബീഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഡ് ഏതാണ് യൂസ് ചെയ്യുന്നത് അതേ കളർ തന്നെ ലോറിയൽസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി 2 ജംപ് റിങ്ങും അതുപോലെ തന്നെ 2 കട്ടിംഗ് ബോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ലസിൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്യാനായിട്ട് ബാക്ക് ചെയിൻ വേണം. ബാക്ക് ചെയിൻ 10 രൂപയുടെയും കിട്ടും, അതുപോലെ തന്നെ 25-30 രൂപയുടെയും കിട്ടും കേട്ടോ. റേറ്റ് കുറയുന്നതിനനുസരിച്ച് ക്വാളിറ്റിയും കുറഞ്ഞതായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 1-2 യൂസ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലേറ്റിംഗ് ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ നല്ല ക്വാളിറ്റിയുടെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ 30 രൂപയുടെയാണ് ബാക്ക് ചെയിൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള റെഡ് ബീഡ്സ് ആണ്. ചെറിയ റെഡ് ബീഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ ഞാൻ കാണിച്ചെന്നില്ലേ ലോറിയൽസ്, അത് റെഡ് എടുത്ത കാരണം കൊണ്ടാണ് ഇവിടെ റെഡ് ബീഡ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീഡ് നിങ്ങൾ കളർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ലോറിയൽസിലും ചേഞ്ച് വരുത്തണം. അതായത് ബ്ലൂ ബീഡ് എടുക്കുകയാണെങ്കിൽ ബ്ലൂ ലോറിയൽ എടുക്കാം, ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നൈലോൺ ത്രെഡാണ്. ഇതാണ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡ്. ഇതിൽ നമ്മൾ നീഡിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിതിൽ ബീഡ്സും ഈ ബെൻ ട്യൂബൊക്കെ കോർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം എത്ര ലെങ്ത്ത് വേണം നെക്ലസിന് എന്ന് വെച്ചാൽ അതനുസരിച്ച് ത്രെഡ് എടുക്കുക. ബാക്കിൽ നമ്മൾ ബാക്ക് ചെയിൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് എത്ര ഇറക്കം വേണോ അതനുസരിച്ച് ത്രെഡ് നമുക്ക് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിൽ നീഡിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ത്രെഡ് ഒന്ന് സ്റ്റിഫാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് ഗ്ലൂ ഇതുപോലെ നമ്മുടെ വിരലിലിടുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ 2 ഫിംഗറിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ ഫിംഗറിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ത്രെഡിൻ്റെ ഒരു എഡ്ജ് ഈ ഗ്ലൂവിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മറ്റേ കൈകൊണ്ട് പതുക്കെ ഇതുപോലെ വലിച്ച് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ആ 2 ഫിംഗേഴ്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതുക്കെ തിരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലൂ ത്രെഡിലേക്ക് അപ്ലൈ ആയിക്കോളും. ഇതുപോലെ നമ്മൾ ആ ത്രെഡ് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ത്രെഡ് ഒന്ന് സ്റ്റിഫായി കിട്ടും. ഫുള്ളായിട്ട് ത്രെഡിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ജംപ് റിങ് എടുക്കുക. എന്നിട്ട് ആ ജംപ് റിങ് നമ്മുടെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ലോറിയൽസ് ഞാനിതുപോലെ ഒരു കെട്ടുകമ്പിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. അത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ കമ്പിയിൽ കോർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്ലസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് നമ്മൾ നേരത്തെ ത്രെഡിൽ ജംപ് റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കട്ടിംഗ് ബോൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ബെൻ ട്യൂബ് ഇട്ട് കൊടുക്കാം. ഈ ബെൻ ട്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 റെഡ് ബീഡും കൂടെ ഇതിന് കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇവിടുന്ന് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ലോറിയൽസ് ഇതുപോലെ ഞാനൊരു കെട്ടുകമ്പിയിലാക്കി വെച്ചിട്ടുണ്ടെന്ന്. എടുക്കാൻ എളുപ്പത്തിനായിട്ടാണ് ഇതുപോലെ ചെയ്തത്. ഇനി നമ്മൾ ഇതുപോലെ ആ കമ്പി സ്ട്രെയിറ്റ് ആയിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ത്രെഡ് ഓൾറെഡി സ്റ്റിഫാക്കി വെച്ചിട്ടുണ്ട്. ആ ത്രെഡ് ഈ കമ്പിയുടെ ഒപ്പം പിടിക്കുക. അതായത് വലത് കൈ കൊണ്ട് നമ്മൾ ഈ കമ്പിയുടെ ഒപ്പമായിട്ട് നമ്മുടെ ത്രെഡിൻ്റെ എഡ്ജ് പിടിക്കുക.
അതിനുശേഷം നമ്മുടെ നെക്ലേസിലേക്ക് നമ്മൾ എത്ര ലോറിയൽസ് വെച്ചാണോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു 8 ലോറിയൽസോ അല്ലെങ്കിൽ 10 ലോറിയൽസോ ആണ് നമ്മൾ ഈ നെക്ലേസിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ലോറിയൽസ് നമ്മൾ പതുക്കെ നമ്മുടെ നെയിൽസ് വെച്ചിട്ട് ഇതുപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ത്രെഡിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ ലോറിയൽസ് എടുത്തിട്ട് ത്രെഡിലേക്ക് കോർത്ത് കൊടുക്കുന്നതിലും നല്ലത് ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലോറിയൽസ് ത്രെഡിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവശ്യമുള്ള ലോറിയൽസ് നമ്മുടെ ത്രെഡിലേക്ക് പാസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് ബാക്കിൽ നിന്ന് എടുക്കണം, അതായത് റിവേഴ്സ് എടുക്കുക. ഇപ്പോൾ ത്രെഡിൻ്റെ എഡ്ജ് നമ്മുടെ വലത് കൈയിലാണ്. അത് നമ്മുടെ രണ്ടാമത്തെ ബീഡ് ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ത്രെഡ് പാസ് ചെയ്തെടുത്തിട്ട് വലിച്ചെടുക്കണം. ത്രെഡ് നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ബീഡ് ഇട്ട് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ അടുത്തായിട്ട് തന്നെ വരണം ഈ രണ്ടാമത്തെ ബീഡും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ലോറിയൽസും. അതനുസരിച്ച് നമുക്ക് പതുക്കെ ത്രെഡ് ലൂസാക്കി കൊടുത്ത് ബീഡ്സ് രണ്ടും അടുപ്പിച്ച് വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ലോറിയൽസ് അടുപ്പിച്ച് വെച്ചതിന് ശേഷം പതുക്കെ പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇതിന് ശേഷം നമ്മൾ ഒരു റെഡ് ബീഡും കൂടെ ത്രെഡിലേക്ക് കോർത്ത് കൊടുക്കണം. ഈ ഒരു പാറ്റേൺ വെച്ചാണ് നമ്മൾ ഈ ഒരു നെക്ലസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു ബെൻഡ് ട്യൂബ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 റെഡ് ബീഡ് ഇട്ട് കൊടുക്കണം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോറിയൽസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ത്രെഡിൻ്റെ എഡ്ജ് കമ്പിയോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ലോറിയൽസ് ഇതുപോലെ എടുത്ത സൈഡിൽ നിന്ന് ഇതുപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. ആവശ്യമുള്ള ലോറിയൽസ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ റിവേഴ്സായിട്ട് നമ്മുടെ ത്രെഡ് ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കണം. ഇതുപോലെ ബാക്കിൽ നിന്ന് നമ്മൾ ത്രെഡ് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അതിനൊപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് ബീഡിൻ്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ബീഡും ലോറിയൽസും കൂടെ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ ഇതുപോലെ അടുപ്പിച്ച് കൊണ്ടുവരാം. വീണ്ടും നമുക്ക് അടുത്തൊരു റെഡ് ബീഡും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മുടെ ഈ നെക്ലസ് ഫുള്ളായിട്ട് വരിക. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ കോർത്ത് കൊടുക്കാം. ആദ്യം ഒരു ബെൻഡ് ട്യൂബ്, പിന്നെ 2 റെഡ് ബീഡ്, പിന്നെ കുറച്ച് ലോറിയൽസ്, വീണ്ടും അത് രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ക്രോസ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു റെഡ് ബീഡും കൂടി ഇട്ട് കൊടുക്കുക. ഇതേ പാറ്റേൺ വെച്ച് ഞാൻ നമ്മുടെ നെക്ലസ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ജംപ് റിങ്ങും കട്ടിംഗ് ബോളും ഇട്ടിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ എൻഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു കട്ടിംഗ് ബോൾ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ജംപ് റിങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫിനിഷ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ജംപ് റിങ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ത്രെഡ് പാസ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എവിടെയാണോ ബീഡ് ഇട്ടിട്ട് നിർത്തിക്കണേ അതിൻ്റെ അടുത്ത് വരെ ഈ ജംപ് റിങ് കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ വെച്ച് ഇതൊരു കെട്ടിട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം.
എക്സസ് ആയിട്ട് നിൽക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ബാക്ക് ചെയിൻ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബാക്ക് ചെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ജംപ് റിങ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജംപ് റിങ് ആണ്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതും കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്ക് ചെയിൻ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജംപ് റിങ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഒരു പ്ലയർ യൂസ് ചെയ്തിട്ട് ജംപ് റിങ് ഇതുപോലെ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാക്ക് ചെയിൻ്റെ ഹോളിൽ കൂടി അത് കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ജംപ് റിങ് കുറച്ച് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബാക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഞാനിവിടെ റെഡ് ലോറിയൽസും അതുപോലെ തന്നെ റെഡ് ബീഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു നെക്ലസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലെയുള്ള ബീഡ്സും അതിന് സെയിം മാച്ചിങ് ഉള്ള ലോറിയൽസും യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള നെക്ലസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന 3 മോഡൽ നെക്ലസും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതും ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഈസിയാണ്. സ്റ്റാർട്ടിങ് കുറച്ച് നമുക്ക് ഒരു പാറ്റേൺ മനസ്സിലാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സജഷൻസും അതുപോലെ ഫീഡ്ബാക്സും എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.